എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും വന്ന് സലാം പറഞ്ഞാൽ സംസാരിക്കാൻ വന്നാലൊക്കെ സീരിയസ്ലി വലൈക്കും അസ്സലാം, ഞാൻ നിസ്കാരത്തിലേക്ക് പോവുകയാണ് എന്ന സീരിയസ്നോട് കൂടി പോകണം. അതാണ് വഖാർ എന്ന് പറയുന്നത്. ഓടിയും ചാടിയും പോകരുത്. അവിടെ ചെന്ന് അങ്ങോട്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ ദുനിയാവ് മാറ്റിവെച്ചു, എല്ലാ കെട്ടും പുറത്തു വെച്ചിട്ടാണ് കടക്കുന്നത്. പിന്നെ കാത്തിരിക്കുകയാണ്. ഇഖാമത്ത് കൊടുക്കുമ്പോൾ വീണ്ടും ബാക്കിയൊക്കെ ഒഴിവാക്കി. പിന്നെ തക്ബീർ ചൊല്ലുമ്പോ തട്ടി മാറ്റി പുറത്തേക്കിട്ട് അല്ലാഹു അക്ബർ ഹൃദയത്തിൽ കൈവച്ചു. അങ്ങനെ വരുമ്പോ ആ നിസ്കാരത്തിന് നല്ല ഖുശൂ ഉണ്ടാകും. എന്താണ് ഖുശൂ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കുകയാണ് എന്നൊരു ബോധം ഉണ്ടാവുക. അത് തന്നെ. അപ്പൊ നമുക്കൊരു ഖിയാമ് മുഴുവനും ഖുശൂ കിട്ടൂലെങ്കിൽ ഒരു മിനിറ്റ് എല്ലാ പാട്ടിലും ഒരു സമയം, ഒരു ചെറിയൊരു ലഹ്ള ഖുശൂ ഉണ്ടാകാൻ ശ്രമിക്കാം. റുക്കുവിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഖുശൂ ഉണ്ടാവുക. അങ്ങനെ ശ്രമിച്ചാൽ പിന്നെ അത് നിറഞ്ഞു നിറഞ്ഞു വന്ന് മുഴുവൻ സമയവും നിസ്കാരത്തിൽ കടന്നാൽ അവസാനിക്കുന്നതുവരെ അവൻ അള്ളാഹുവിന്റെ ദാക്കിറായി മാറും. എന്തിനാണ് നിസ്കരിക്കുന്നത്? കടം കൊടുത്തതൊക്കെ ഓർമ്മ വരാൻ വേണ്ടി, കണക്ക് എഴുതി വെക്കാത്തതൊക്കെ രാത്രി ഓർമ്മ വരാൻ വേണ്ടി. അതിനല്ല. നിസ്കാരം ദിക്റായി മാറണം. അതിനാണ് നിസ്കാരം. നിസ്കാരവും നോമ്പും ഹജ്ജും എല്ലാം അതിനു വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ ജീവിതം ഒരു നല്ല ഉത്തമ ജീവിതം ആകണം. നമ്മുടെ ജീവിതം കണ്ടാൽ, നമ്മുടെ നാട് കണ്ടാൽ ഒരൊറ്റ കുട്ടിയും പറയരുത് ഇവരെ ഈ നാട്ടിൽ പറ്റൂല, ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ പറഞ്ഞയക്കണം എന്ന് ആരും പറയരുത്. പറയാതിരിക്കണമെങ്കിൽ എന്തു വേണം? നമ്മളെ കൊണ്ട് ഈ നാടിന് ഉപകാരമുണ്ട് എന്ന് തോന്നണം. നമ്മളെ കൊണ്ട് ഈ ഭൂമിക്ക് യാതൊരു ഷെറും ഇല്ല എന്ന് മനസ്സിലാകണം. അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ സഞ്ചി കൊണ്ടുവന്ന് വലിച്ചെറിയുന്നവനാണ് നമ്മളെങ്കിൽ എന്ത് ചെയ്യും? ഇവനെ കൊണ്ട് ഈ നാടിന് ശല്യമാ, പോയിക്കോട്ടെ പാകിസ്ഥാൻ. റോഡിലൂടെ ബീഡി വലിച്ച് നടക്കുന്നവനാണെങ്കിൽ അവനെ കൊണ്ട് ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാകും, അവൻ പോയിക്കോട്ടെ പാകിസ്ഥാൻ. റോഡ് സൈഡിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവനാണെങ്കിൽ നമ്മൾ ഈ നാടിന് ശല്യമായിരിക്കും. അപ്പൊ നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുന്നവരാകണം. സസ്റ്റൈനബിൾ സൊസൈറ്റി ആകണം. എന്താണ് സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ? സുശക്തമായ സുസ്ഥിരമായ ഒരു സമൂഹമായി നമ്മൾ മാറണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗ്രാമീണനായിരുന്നോ അല്ലെങ്കിൽ നഗരവാസിയായിരുന്നോ? എന്തായിരുന്നു? നാഗരികതയാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ മോശമായ സംസ്കാരമുള്ളവനെ പറ്റി ആൾക്കാർ പറയും അവനൊരു ഗ്രാമീണനാണ്, ആദിവാസിയാണ്, വയനാട്ടുകാരനാണ് എന്നൊക്കെ പറയും. അവനൊരു നല്ല സംസ്കാരമുള്ളവനാണെങ്കിലോ അവൻ നാഗരികനാണ്, നഗരത്തിൽ ജീവിക്കുന്നവനാണ് എന്ന് പറയും. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് യാത്ര പോയത്, ഹിജ്റ പോയത് യസ്രിബ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. ഈത്തപ്പനത്തോട്ടങ്ങളും പച്ചക്കറി കൃഷിയൊക്കെ ഉള്ള ഒരു ഗ്രാമത്തിലേക്കാണ് പോയത്. ആ ഗ്രാമത്തിനെ നബി തങ്ങൾ വിളിച്ചത് മദീന, മദീനത്തുർ റസൂൽ. റസൂലുള്ളാഹിയുടെ റസൂൽ സിറ്റി എന്നാണ് അതിനെപ്പറ്റി വിളിച്ചത്. റസൂൽ സിറ്റി, നബി തങ്ങളുടെ നഗരമാണ്. എന്താണ് നാഗരികത എന്ന് പറഞ്ഞത്? നമ്മളിപ്പോ കാടാമ്പുഴയിലാണ്, അല്ലേ? കാടാമ്പുഴയും ചേണ്ടിയും പാങ്ങും അതുപോലെ നമ്മുടെ ഇങ്ങനെ വന്നിട്ട് വെട്ടിച്ചിറയും പുത്തനത്താണിയും എല്ലാം ചേർന്ന്, ഇത് കേരളം ഒരു നഗരമാണ്, ഒരു ഗ്രാമം അല്ല. കുറെ ഗ്രാമങ്ങൾ ചേർന്ന് ഒരു നഗരമാണ്. അപ്പൊ നാഗരികത നമ്മിലുണ്ടാകണം. മദീനയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ മദീനയാകണം. എന്താണ് മദീന? മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ സൂക്ക്, ബസാർ അഥവാ ചന്ത ഉണ്ടാക്കിയിട്ടുണ്ട്. മദീനയിൽ വീടുണ്ടാക്കുന്നതിന് ഹൗസിംഗ് നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ബിൽഡിംഗ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മദീനയിൽ മാലിന്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. മദീനയിൽ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മദീനയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പാലിക്കാൻ വേണ്ടിയാണ്. എന്താണ് റസൂലുള്ളാഹി തങ്ങൾ മദീനയെ പറ്റി പറഞ്ഞത്? അല്ലാഹു തആല മക്കയെ ഹറമാക്കി, ഞാൻ മദീനയെ ഹറമാക്കി. എന്താണ് ഹറമാക്കിയത് കൊണ്ട്? ഇവിടെ മരം നടണം, ഇവിടെ മരത്തിന്റെ കൊമ്പ് വെട്ടരുത്, മരം മുറിക്കരുത്, മരത്തിന്റെ കൊമ്പ് വെട്ടരുത്. ഇത് ഗ്രീൻ സിറ്റി ആകണം. അപ്പൊ നമ്മളെല്ലാവരും മരം നടണം. വർഷത്തിൽ ഒരു മരമെങ്കിലും നടണം. അപ്പൊ 60 കൊല്ലം ജീവിച്ചാൽ 50 മരമെങ്കിലും നടൂലേ? അപ്പൊ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ശല്യം ഉണ്ടാകൂല, ആളുകൾക്ക് ക്യാൻസർ വരില്ല. അവിടെ വേട്ടയാടാൻ പാടില്ല, പക്ഷികളെയും മൃഗങ്ങളെയൊന്നും വേട്ടയാടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റിയാണ് ഇവിടെ. ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കണം. എല്ലാറ്റിനെയും വെടിവെച്ചും പുകയിട്ടും നശിപ്പിക്കരുത്. എല്ലാതരം ജീവികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം കൊടുക്കണം. മലിനവെള്ളം ഒഴുകിയിരുന്ന ഒരു നദിയുണ്ടായിരുന്നു മദീനയിൽ, വാദി ബുത്ഹാൻ. അതുകൊണ്ട് തന്നെ മദീനയിൽ വന്ന എല്ലാ ആളുകൾക്കും പനി പിടിച്ചിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പോയിട്ട് പഠിക്കണം അതിന്റെ പരിസ്ഥിതിയുടെ പ്രശ്നം എന്താണ് എന്ന്. അവര് ചെന്നിരുന്ന് പഠിച്ചു, എൻവയറൺമെന്റ് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ പുഴ ഒഴുകുന്ന ദിശ ശരിയല്ല, അത് മാറ്റിയിട്ട് ഒഴുക്കണം. അതിലേക്ക് കാറ്റും വെളിച്ചവും വേണ്ട രൂപത്തിൽ കിട്ടുന്നില്ല, അതിന്റെ ദിശ മാറ്റിയൊഴുക്കി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദുർഗന്ധം വമിക്കുന്ന ചവർപ്പുള്ള വെള്ളം നല്ല ശുദ്ധവെള്ളമായി മാറി. ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലെടുത്ത് മുഖം കഴുകി എല്ലാവർക്കും കാണിച്ചു കൊടുത്തതാ ലാബ് റിപ്പോർട്ട്. ഇനി എല്ലാവർക്കും ആ വെള്ളം ഉപയോഗിക്കാം. മദീനയുടെ പരിസ്ഥിതി തന്നെ മാറി. നല്ല വായു വന്നു, എല്ലാവർക്കും അവിടെ ജീവിക്കാൻ ഇഷ്ടമായി. നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകൾ, അരുവികൾ, പുഴകൾ, കുളങ്ങൾ, എന്താ പറയാ, ഇവിടെ ഈ വേറെന്തോ ഒന്ന് പറയലുണ്ടല്ലോ, കനാലുകൾ, അയിനെന്താ പറയുന്നത്, തോടുകൾ, അതല്ല വേറൊരു സാധനം ഉണ്ട്, നമ്മൾ ഒതുക്കങ്ങളിലപ്പോ ഞാൻ പറയലുണ്ട്, എന്നെ കുളിക്കാൻ പോകുന്ന സ്ഥലത്തിന്, ചോലകൾ, ഇതെല്ലാം സംരക്ഷിക്കണം. അപ്പൊ നമ്മള് പ്ലാസ്റ്റിക്കിന്റെ സഞ്ചിയും കുപ്പിയും സാധനമൊക്കെ കൊണ്ടുവന്ന് അതിൽ വലിച്ചെറിഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും, ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകും. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ളുൽമ ചെയ്യുന്നവൻ അള്ളാഹു ഹിദായത്ത് കൊടുക്കൂല എന്നാ. അപ്പൊ നമ്മളൊരു മിഠായി തിന്നിട്ട് കവറ് പുറത്തേക്ക് പറിച്ച് വലിച്ചെറിഞ്ഞാലോ ഹിദായത്ത് നഷ്ടപ്പെട്ടു. അതെങ്ങനെ? മഴ പെയ്താൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഇല ഒഴുകിയിട്ട് പുഴയിൽ ചെല്ലും, അത് കടലിൽ ചെല്ലും, അവിടെ നിന്നൊരു മീൻ തിന്നും, ആ മീൻ ചത്തുപോകും. നമ്മളെ കൊണ്ടൊരു ജീവി നശിച്ചുപോയില്ലേ? ചത്ത മീൻ ഇങ്ങനെ പൊന്തി വന്നിട്ട് കടലിന്റെ മുകളിൽ കിടക്കും, ബാക്ടീരിയകളും വന്ന് അതിനെ ചച്ച് നശിപ്പിക്കും. അപ്പം മീനിന്റെ പള്ളേ നേരത്തെ പ്ലാസ്റ്റിക് പുറത്തും കൊണ്ടുവരും. അപ്പൊ വേറൊരു മീൻ വന്നിട്ട് പിന്നെയും തിന്നു. നമ്മളൊരൊറ്റ മിഠായിന്റെ തോലാണ് 10ഓ 15ഓ മീൻ കൊല്ലാൻ, തവളയെ കൊല്ലാൻ കാരണമായി തീരുന്നത് എങ്കിൽ നമ്മൾ അക്രമിയല്ലേ? അപ്പൊ നമ്മൾ ളുൽമ് തന്നെ നേർക്ക് നേരെ കത്തിയെടുത്ത് കുത്തുക എന്ന് മാത്രം വിചാരിക്കേണ്ട. മദീനയിൽ വീടുണ്ടാക്കിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമം കൊണ്ടുവന്നു. ഒരു വീട് വെക്കുമ്പോൾ മറ്റേ വീടിന്റെ ഭാഗത്തേക്ക് വരുന്ന കാറ്റ് തടയരുത്. ഈ വീട്ടിന്റെ പുക മറ്റേ വീട്ടിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ എല്ലാ വീടിന്റെയും പുകക്കുഴൽ ഒരേ ഭാഗത്താകണം. ഒരു നാട്ടിലെല്ലാം ഒരേ വലിപ്പമുള്ള വീടാണെങ്കിൽ എല്ലാം അതേ വലിപ്പത്തിലാകണം.
എല്ലാവരുടെയും ഒരു തറനിലയുള്ള വീടാണ്. അപ്പൊ നീ 2 നില ഉണ്ടാക്കിയാൽ മറ്റവന്റെ കാറ്റ് തടയും. എല്ലാം 2 നിലയാണെങ്കിൽ 2 നില തന്നെ. കാറ്റുകൾ തടയരുത്. നിന്റെ മാലിന്യം മറ്റൊരു ഭാഗത്തേക്ക് ഒഴുക്കരുത്. വേസ്റ്റ് മാനേജ് ചെയ്യാൻ ഇസ്ലാമിൽ നിയമം കൊണ്ടുവന്നില്ലേ? മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല. എല്ലും പല്ലും നഖവും മുടിയും പ്ലാസന്റയും ഹൈളവശിഷ്ടങ്ങളും അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം കുഴിച്ചിടണം. കാഷ്ടവും മൂത്രവും പോലുള്ള നജസുകൾ അത് ഭൂമിയിൽ മറക്കണം. പക്ഷേ വുളൂഇന്റെ വെള്ളവും കുളിയുടെ വെള്ളവും പോലുള്ള മുസ്തഅമലായ വെള്ളം ഈ കാഷ്ടത്തിന്റെയും മൂത്രത്തിന്റെയും കൂടെ ചേർക്കാൻ പാടില്ല. കാരണം അതെല്ലാം കൂടെ ഒരു ടാങ്കിലേക്ക് വിട്ടാൽ അത് ഭൂമിയൊന്നാകെ പരന്ന് ഭൂമി മലിനമായി പോകും. മുസ്തഅമലായ വെള്ളം വേറെ, നജസ് വേറെ. ഇനി ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ, എല്ലും മുള്ളും കറിവേപ്പിലയും തക്കാളിയുടെ തോടും, ഇങ്ങനെ വരുന്ന ഭക്ഷ്യാവശിഷ്ടങ്ങൾ അതും നജസിൽ കൊണ്ടുപോയിടരുത്. അത് വേറെ സംസ്കരിക്കണം. ഇപ്പോ വലിയ വലിയ മുന്തിയ സ്ഥലങ്ങളിൽ പോയാൽ വേസ്റ്റിന്റെ ഡബ്ബ കാണാം. മഞ്ഞ, നീല, പച്ച, വെള്ള. പ്ലാസ്റ്റിക്, കടലാസ്, ഭക്ഷ്യം, മറ്റ് അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് മുന്തിയ സംഗതിയാണിത്. ആരാണിത് കൊണ്ടുവന്നത്? ആരാണ് കൊണ്ടുവന്നത്? അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് നാഗരികത എന്ന് പറഞ്ഞത്. അത് നമ്മൾ ജീവിക്കുന്നത് ഒരു ഗ്രാമത്തിലാണെങ്കിലും കുറെ ഗ്രാമങ്ങൾ ചേർന്നതാണ് ഒരു നഗരം. അപ്പൊ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. അപ്പോഴേ പൂർണ്ണമായ സുന്നിയാവുകയുള്ളൂ. ആവശ്യമില്ലാതെ മരങ്ങൾ വെട്ടിക്കളയരുത്. ഒരു മരം വെച്ചാൽ എത്ര കൂലി കിട്ടും? ഒരു മരം കുഴിച്ചിട്ടാൽ ആ മരം മനുഷ്യന് തണൽ നൽകും. ആ മരം നിന്റെ കണ്ണിന് കുളിർമ നൽകും, കാഴ്ച കൂട്ടും. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅ്ജിബുഹു അൻ-നദറു ഇലൽ ഖളറാ. പച്ചപ്പുകളിലേക്ക് നോക്കൽ നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ പച്ചപ്പുകളിലേക്ക് നോക്കണം. പച്ച പെയിന്റ് അടിച്ചാ പോരാ, പച്ച ഇലകളിലേക്ക്. സോ അതിന്റെ കൂലി കിട്ടും. പക്ഷികൾക്ക് കൂടുണ്ടാക്കാൻ അവിടെ സ്ഥലം കിട്ടും, അതിന്റെ കൂലി നിനക്ക് കിട്ടും. അതിലുണ്ടാകുന്ന കായ്കനികൾ മനുഷ്യനും ഭക്ഷിക്കും, പക്ഷികളും ഭക്ഷിക്കും, അതിന്റെ കൂലി നിനക്ക് കിട്ടും. നിനക്ക് പഴങ്ങൾ കിട്ടും. ആ മരത്തിൽ നിന്ന് ഓക്സിജൻ കിട്ടും. അത് മനുഷ്യർക്ക് മുഴുവനും ജീവിക്കാനുള്ള പ്രാണവായുവാണ്. അതിന്റെ പേരിൽ കൂലി കിട്ടും. ഈ മരം കുറെ കാലം കഴിയുമ്പോൾ മുറിച്ചിട്ട് നിനക്ക് വീടുണ്ടാക്കാം. അപ്പോൾ 10 മരം നീ വെച്ചിട്ടുണ്ടാകും. തീരെ മുറിക്കാൻ പാടില്ല എന്നല്ല, ഒന്ന് മുറിക്കുമ്പോൾ 10 വെക്കണം. അപ്പൊ ഒറ്റ മരം നടുമ്പോൾ 10 തരത്തിലുള്ള ജോലി, 10 തരത്തിലുള്ള കൂലി നിനക്ക് ലഭിക്കും. ആ നീയത്തോടു കൂടി വെച്ചാൽ എല്ലാവരും മരം നടണം. മർക്കസ് 43-ാം വാർഷികത്തിന്റെ ഭാഗമായി മില്യൺ ട്രീ പ്രോഗ്രാമാണ്. 10 ലക്ഷം മരങ്ങൾ നടണം. ആരാണ് നടുക? അതൊക്കെ നിങ്ങളെല്ലാവരും ഒരു മരം നടണം. നടുവില്ലേ? ഒരു മരം നടാൻ തയ്യാറുള്ള ഒരു കൈവക്ക്. അപ്പൊ 1500 മരമായില്ലേ? അങ്ങനത്തെ 100 സ്ഥലത്ത് പോയാൽ 1.5 ലക്ഷമായി. ഇപ്പൊ 10 ലക്ഷം നടാൻ എന്താ മടിയുള്ളത്? നടണം, പറഞ്ഞാ പോരാ. അതിന് 10 കൂലി കിട്ടും. 10 നീയത്ത് വെക്കണം. പെൺകുട്ടികളെ കെട്ടിക്കാനൊക്കെ ഉള്ള കുട്ടികൾ ജനിച്ച അപ്പൊ 10 മരം അങ്ങോട്ട് നട്ടാ കെട്ടിക്കാൻ പ്രായമാകുമ്പോഴേക്ക് 5 ലക്ഷമോ 10 ലക്ഷമോ 25 ലക്ഷത്തിനൊക്കെ വിൽക്കാനുണ്ടാകും. ഒരു തേക്ക് എത്ര റുപ്യക്കാ വിൽക്കാം? എന്താണ് നിനക്ക് ചെലവുള്ളത് ഒരു തേക്ക് വളർത്താൻ? ഒരു ചെലവില്ല. ഒരു പാര കൊണ്ട് കുത്തിയിട്ട് ഒരു തൈ വെച്ചാ മതി. വെള്ളം നനക്കണ്ട, വളമിടണ്ട, വേലി കെട്ടണ്ട, ഒന്നും ചെയ്യണ്ട. അല്ലാഹു തആല നോക്കിക്കൊള്ളും. അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ എന്ന ആയത്ത് ഓതിയിട്ട് വെക്കണം. കൃഷി ചെയ്യുമ്പോ ഒക്കെ ആ ആയത്ത് ഓതണം. എന്നാ